ഏഞ്ചൽ പിവിൻ. സോ ഇന്ന് ഞങ്ങൾ ഒരു അഡ്വഞ്ചർ ട്രിപ്പ് പോവുകയാണ്. വേറെ എങ്ങുമല്ല കേട്ടോ, അത് നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം എന്താണ് അഡ്വഞ്ചർ ട്രിപ്പ്. ഇപ്പോൾ സമയം രാത്രി 12 മണിയാകാൻ പോവുകയാണ്. സോ നമുക്ക് രാത്രി ഇവിടെ നിന്ന് തിരിച്ചാലേ ഒരു 3 hour ജേർണിയാണ്. അത് കഴിഞ്ഞിട്ട് അവിടെ ചെല്ലുള്ളൂ. ഞങ്ങൾ ഫാമിലി ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞിട്ടറിയാം ഞങ്ങൾ എവിടെയാണ് പോകണേന്ന്. ഓക്കെ. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ പറഞ്ഞ സർപ്രൈസ് സ്ഥലത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. വേറെ എങ്ങുമല്ല, വേദിയിൽ ഫിഷിങ്ങിന് വന്നേക്കുവാണ്. പക്ഷേ ഇപ്പോൾ അത്യാവശ്യം ചെറിയ മഴയൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾ അകത്ത് റെസ്റ്റ് ചെയ്യുവാണ്. ഇച്ചിരി വെട്ടം വീണിട്ടേ പോവുള്ളൂ, കാരണം പിള്ളേരൊക്കെ കൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് വെട്ടം വീണ ശേഷം കാണാം. എല്ലാവരും എടുക്കും പിള്ളേരെ. അപ്പം നമ്മളൊരു ഏർലി മോർണിംഗ് 3:40 ഒക്കെ ആയപ്പോഴത്തേനും ബീച്ചിലെത്തിയായിരുന്നു. പക്ഷേ ഇരുട്ടായിരുന്നുകൊണ്ട് നമ്മൾ വെയിറ്റ് ചെയ്ത് ഒരു 5:30 ഒക്കെ ആയപ്പോഴാണ് നമ്മൾ വെളിയിലിറങ്ങിയത്. അപ്പം ഞങ്ങൾ എത്തിയ എക്സാക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ചെസിൽ ബീച്ചാണ്. അതിൻ്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഡോർസെറ്റ് ആണ്. നമുക്ക് അവിടെയാണ് സ്പെസിഫിക് ആയിട്ട് പോയിട്ട് ഫിഷിങ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് ചെസിൽ ബീച്ചിൻ്റെ ഒരു ഏർലി മോർണിംഗ് ദൃശ്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരുപാട് പേരൊക്കെ വന്ന് ടെൻറ്റ് ചെയ്ത് അവിടെ ഫിഷിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. അങ്ങനെ ഞങ്ങളും പതുക്കെ ടെൻ്റൊക്കെ അടിച്ച് പതുക്കെ ഫിഷിങ് ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ട് അതെല്ലാം നോക്കുമായിരുന്നു. ഇതൊക്കെ ഒരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ, ഈ ടെൻ്റ് ചെയ്യുന്നതും ഈ ഫിഷിങ്ങിന് പോകുന്നതൊക്കെ. നമുക്ക് കടലിലോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല. അവിടെ നിന്ന് മാത്രം നമ്മളൊക്കെ അതിൻ്റെ കരയിൽ നിന്ന് മാത്രമേ നമുക്ക് ഫിഷിങ് ചെയ്യാൻ പറ്റുള്ളൂ. ക്ലൈമറ്റ് ഒക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല ക്ലൈമറ്റ് ആയിരുന്നു. പക്ഷേ പൂവർ ഫിഷിംഗ് ഡേ ആയിരുന്നു. ഞങ്ങൾ തലേദിവസം നോക്കിയിട്ട് പോയപ്പോഴും ഫിഷ് കിട്ടാനുള്ള സാധ്യത ഒരുപാട് കുറവായിരുന്നു. അപ്പം അന്ന് അവിടെ വന്ന് ആർക്കും തന്നെ ഇങ്ങനെ ഫിഷ് കിട്ടിയില്ല. പക്ഷെ കുഴപ്പമില്ല, ഞങ്ങൾ വിചാരിച്ചു എന്നാൽ പതുക്കെ ബാർബിക്യൂ ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. ബാർബിക്യൂ ഒക്കെ ഞങ്ങൾ സെറ്റ് ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷനൊക്കെ നോക്കി ബാർബിക്യൂ ഒക്കെ സെറ്റ് ചെയ്യാനായിട്ടുള്ള പരിപാടിയിലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ പിള്ളേരൊക്കെ ഇച്ചിരി എൻജോയ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ ബാർബിക്യൂ ഒക്കെ സെറ്റ് ചെയ്തു. ഹലോ എവ്രി വൺ, ഞങ്ങൾക്ക് വളരെ സക്സസ്ഫുള്ളായിട്ട് ഈ കൊടും കാറ്റത്തും ഒരു അടിപൊളി ബാർബിക്യൂ, ചിക്കൻ ബാർബിക്യൂ ഒരുക്കി തന്ന ജിത്സിയോടുള്ള, അതായത് നമ്മുടെ പ്രിയപ്പെട്ട ജാനുവിനോടുള്ള നന്ദി ഞാൻ അറിയിച്ചു. കണ്ടോ ആ ചിക്കൻ ഇങ്ങനെ നോക്കി ചിരിക്കണം, കണ്ടോ നിങ്ങൾ? ബീച്ചിൽ അത്യാവശ്യം നല്ല കാറ്റുണ്ടായിരുന്നു കേട്ടോ. എന്നാലും ഞങ്ങൾക്ക് അതൊക്കെ മാനേജ് ചെയ്ത് ജിത്സി നല്ല അടിപൊളിയായിട്ട് ബാർബിക്യൂ ഒക്കെ ചെയ്ത് തന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ എന്താ പറയുന്നത്, മീനൊന്നും കിട്ടിയില്ല. പക്ഷെ എന്നാലും ഞങ്ങളെല്ലാവരും ഹാപ്പി ആയിരുന്നു. കാരണം പിള്ളേരും ഒക്കെ ആയിട്ട് ഒരു ഫാമിലി ഡേ ഔട്ട് എന്നൊക്കെ പറയത്തില്ലേ, നല്ല ബീച്ചിൻ്റെ കാറ്റൊക്കെ അടിച്ച് നല്ല ബാർബിക്യൂ ഒക്കെ കഴിച്ച് അതൊക്കെ ഒരു പ്രത്യേക എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. കുറേ ടൈം ഞങ്ങൾ ഫിഷിങ് ട്രൈ ചെയ്തു. അന്ന് അവിടെ വന്ന ആർക്കും തന്നെ അങ്ങനെ ഫിഷിംഗ് ഒന്നും കിട്ടിയില്ല. അങ്ങനെ ഞങ്ങൾ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഒരു 2 മണിയോട് കൂടെ തിരിച്ചു പോകാമെന്ന് വെച്ചിരുന്നപ്പോൾ ആണ്ട്ര വരുന്നത് എനിക്കൊരു സർപ്രൈസ്. വേറെ ആരുമല്ല, എൻ്റെ കൂടെ നഴ്സിംഗ് പഠിച്ച എൻ്റെ ചങ്കാണ് വരുന്നത്. അവൾ ജസ്റ്റ് അവളുടെ കാറൊന്ന് പാർക്ക് ചെയ്തിട്ട് വരാമെന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് പോവുകയാണ്. എനിവേ ഞങ്ങൾ കുറച്ച് നേരം, അതൊക്കെ ഒരു ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. 14 വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ കണ്ടു, ഞങ്ങൾ ടൈം എൻജോയ് ചെയ്തു. അങ്ങനെ ഒരു 2:30 ആയപ്പോഴത്തേനും ഞങ്ങൾ പതുക്കെ ബീച്ചിനോട് ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഞങ്ങളുടെ വീട്ടിലേക്ക് തിരിച്ച് ഞങ്ങളുടെ പ്ലേസായ കൊവൻട്രിയിലേക്ക് പോവുകയാണ്. ഇവിടുന്ന് 3.5 hours ഡ്രൈവിംഗ് ഉണ്ട് കേട്ടോ. പക്ഷെ എന്നിരുന്നാലും നല്ല രസമായിരുന്നു. ആ ബീച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പെബിൾസ് ഒക്കെയുള്ള ബീച്ചാണ്. എന്തായാലും എല്ലാവർക്കും അതൊരു പ്രത്യേകതര എക്സ്പീരിയൻസ് ആയിരുന്നു. ഫിഷൊന്നും കിട്ടിയില്ലെങ്കിൽ പോലും ഞങ്ങളെല്ലാവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ഇതൊക്കെ ആ പോകുന്ന വഴിയിലുള്ള കാഴ്ചകളായിരുന്നു. നല്ല രസമുള്ള വഴികളിൽ കൂടെയാണ് പോകുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷം. ബായ്.